ഹലോ ഗൈസ്, അപ്പോൾ രാവിലത്തെ മഴയൊക്കെ കണ്ടോ? നല്ല മഴ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ എന്ത് ചെയ്തിട്ടെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രാവിലെ ജോലിക്ക് പോകണവിടെ കാര്യം വിചാരിച്ചപ്പോൾ ഭയങ്കര വിഷമമാണ്. എന്തും മഴയാണെന്നറിയാമോ? മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തതുപോലെ ഇവിടെ ഇരിക്കുക. ജോലിക്കാരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിക്കേ, എന്താ കഷ്ടമല്ലേ. ഒന്നും പറയാൻ പറ്റത്തില്ല. രാവിലത്തെ മഴ കാരണം ഭയങ്കര മഴയാണ്, വലിയ മഴയാണ് ഗൈസ്, നല്ല മഴയുണ്ട്. മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നൊരു സമയമുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും മഴ കിട്ടിയില്ല. കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരില്ലേ, അതായത് ഇപ്പം കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല, കാരണം ട്രോളിംഗ് നിരോധനം തുടങ്ങി. അതുമല്ല ഇപ്പം വലുതായിട്ട് മീനിൻ്റെ പണികളൊന്നുമില്ല. മീൻ ആരും കഴിക്കാൻ പേടിച്ചിട്ട് ആരും വാങ്ങിക്കണില്ല. അതുകൊണ്ടിട്ട് പണിക്ക് പോകുന്നുള്ളവർ പോകണം. പിന്നെ കായലും പുഴമീനൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അങ്ങനെ കഴിക്കണം, നമുക്ക് അങ്ങനെ കിട്ടും. അല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റില്ല കൂട്ടുകാരെ. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ തെങ്ങിൽ കയറാൻ പോണില്ലേ, തെങ്ങ് കയറ്റ തൊഴിലാളികൾ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം പണ്ടത്തെ കണക്ക് ലാപ്പ് കെട്ടി കയറുന്ന ആൾക്കാർ കുറവ്. അവരിപ്പം മിഷ്യൻ പോലത്തെ സാധനം കമ്പി വെച്ച് കെട്ടി, എന്നാലും വഴുക്കലുണ്ടാവും. അവരെപ്പോലെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കൂട്ടുകാർ. പിന്നെയുള്ള പണിയെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ മൂട് വെട്ടൽ, പണ വെട്ടൽ, പിന്നെ ഈ ചാണകം വരാൻ പോണ ആൾക്കാർ, അങ്ങനെ കൊച്ചെന്ന് പറയല്ലേ. ഏറ്റവും അവർക്ക് നല്ല പൈസയാണ്, ദിവസം നല്ല പൈസയാണ്. ഒരു തെങ്ങി കയറുന്നവർക്ക് 100 രൂപയുണ്ട്. പക്ഷെ അത് 100 രൂപയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ മഴ വന്നു പോയാൽ അവരെ വീട് പട്ടിണിയാണ്, പട്ടിണിയും ദാരിദ്ര്യമാണ്. കാരണം അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര മഴ, നല്ല കാറ്റ്, നല്ല കണ്ടാ ഭയങ്കര കാറ്റും എല്ലായിടും കാറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല കാറ്റ്. ഈ വലിയ തെങ്ങിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടമുണ്ട്. എനിക്ക് എന്തോ പോലെ, എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല. ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്കൂൾ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. പാവങ്ങളല്ലേ, കൊച്ചുമക്കൾ, അവർ റോട്ടിൽ കൂടെ പോകുമ്പം വെള്ളവും വഴുക്കലും. പണ്ടൊക്കെ നമ്മളെ കാലത്ത് നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ കളിച്ചുകൊണ്ടാവും. ഇപ്പോഴും നമ്മളെ ആ ഒരു അവസ്ഥ മാറി. ഇപ്പോഴും നമ്മളെ മക്കൾ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് എപ്പോഴൊക്കെയാണ്, പക്ഷേ നമ്മുടെ അമ്മമാർക്കൊന്നും ഇത്രയും സങ്കടം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ ആ സങ്കടം. കാരണം ബസ്സിലൊന്നും അല്ല പോകുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. 3 പേരുണ്ട് വീട്ടിൽ. അപ്പോൾ എനിക്ക് അത് പറഞ്ഞത്. അപ്പം ഞാൻ വെളിയിൽ വീട്ടിനകത്ത് ഇരുത്താം, കറണ്ട് പോയി. അതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. ഇപ്പം ചിരിക്കുവാണ്. അന്ന് ഞങ്ങൾക്ക് ചിരിയല്ല പറഞ്ഞു, ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ അന്നത്തെ ജീവിതമൊക്കെ. എന്നിട്ട് മഴയത്ത് വെള്ളത്തിനകത്ത് ചോർന്നൊലിക്കണ വീട്, പിന്നെ ആഹാരം പോലും ഇല്ല. കഷ്ടപ്പെട്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ 3 എണ്ണത്തിനെ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ പോലെ. ഇപ്പോഴും അമ്മയായിട്ട് ചെറിയ കൊച്ചു വഴക്കുണ്ടായിരുന്നാൽ തന്നെ ചില സമയത്ത് അമ്മയായിട്ട് പിണങ്ങും. കാരണം അമ്മയുടെ ആ ഒരു നമ്മളെ നോക്കിയതിൻ്റെ ഒരു ഇതാണ് നമ്മളെ മനസ്സിലുണ്ട്. പക്ഷേ കൊച്ചു ഇണക്കവും പിണക്കവും എല്ലാ വീട്ടിലുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. കാരണം എന്ന് വെച്ചിട്ട് ഞങ്ങളെ അമ്മയെ അങ്ങനെ വെറുത്തിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹമാണ്. പക്ഷേ അതൊക്കെ ആ ഒരു കാലം ഞങ്ങൾ വിചാരിക്കുമ്പോഴേ ഇപ്പം ഞങ്ങൾക്ക് ആ ഒരു ചോർന്നൊലിച്ച വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഒരു കല്ല് കെട്ടിയ വീട്ടിലോട്ട് ഞങ്ങൾ വന്നിട്ട്. എന്നാലും ഞാൻ വന്ന വഴി ഞാൻ മറക്കണമെന്നല്ല. എനിക്ക് ഈ മഴയൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യമൊക്കെ ഓർമ്മ വരും. മഴ സമയത്ത് മെറ്റിലടിക്കാൻ പോണതും, മഴ 2 കിടു പോലത്തെ ഓല ചേർത്ത് വെച്ച് ഞങ്ങൾ അതിനകത്തിരുന്ന് മെറ്റിലടിച്ചതും എല്ലാം ഞങ്ങൾക്ക് ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കത് ഓർമ്മ വരും. പക്ഷേ അത് ആ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ഇപ്പം നിങ്ങളെപ്പോലെ കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലുള്ളത് വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഒരു ബാല്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നിങ്ങളുടെയൊക്കെ